നമസ്കാരം. ഇനി നമ്മൾ അടിയന്തരമായി ഈന്തപ്പഴം കാഷ്യൂ ടെക്നോളജി നടപ്പിലാക്കണം. ശൈലികമ്പി ആരംഭിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്ഥിരമായി ക്ലാസ് എടുക്കുമായിരുന്നു ഓൺട്രപ്രണേഴ്സിനെ ഗ്രൂം ചെയ്യാൻ. അതിൽ ചിലർ വളരെ സക്സസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പതിവ് പോലെ കുറേ പേർ എഫേർട്ടൊന്നും എടുക്കാൻ താല്പര്യമില്ലാതെ ഉഴപ്പി ലൈൻ തന്നെ മാറിപ്പോയ ആളുകളുണ്ട്. അത് നമ്മുടെ ഒരു പ്രത്യേകത അതാണ്. പെർസിവറൻസ് ആൻഡ് ഡിലിജൻസ് എന്ന് പറയും. നിരന്തര പരിശ്രമം ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും വിജയിക്കുകയുള്ളൂ. ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ തുറമുഖമല്ലേ. 30 വർഷമൊക്കെ ഒരു വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നലെ കഥ പറഞ്ഞില്ലേ, നമ്മളെ തൂക്കിക്കൊല്ലാൻ നടക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ടൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ മുന്നോട്ട് വെച്ച കാലുമായി മുന്നോട്ട് തന്നെ പോകണം. തുറമുഖത്തിൻ്റെ പ്രവർത്തനം തുടങ്ങി, നിർമ്മാണം തുടങ്ങി ഏകദേശം അവസാന ഘട്ടമായപ്പോൾ 2 പേർ എന്നെ സമീപിച്ചുകൊണ്ട് പറഞ്ഞത്, ഒരാൾക്ക് പെർഫ്യൂമിൻ്റെ ലിക്വിഡാണോ ഗ്യാസാണോ എനിക്കറിയില്ല, ലിക്വിഡ് അതിവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഫില്ല് ചെയ്യേണ്ട ഗ്ലാസ് ബോട്ടിൽ, വളരെ മനോഹരമായ ബോട്ടിലുണ്ടല്ലോ, ഈ ബോട്ടിൽ വരുന്നത് ചൈനയിൽ നിന്നാണ്. ഇത് രണ്ടും ഇന്ന് പുതിയ പ്രൊഡക്റ്റാക്കി മാറ്റുന്നത് ഒരു ഗൾഫ് നാട്ടിൽ വെച്ചാണ്. അത് നമുക്ക് ട്രിവാൻഡ്രത്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എന്നോടുള്ള ചോദ്യം. എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് ഒഴിഞ്ഞ ബോട്ടിൽ വരുന്നു, ഈ ലിക്വിഡ് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്, ഇതൊരു പുതിയ പ്രോഡക്റ്റാക്കി പാക്ക് ചെയ്ത് ബില്ല് ചെയ്ത് സീൽ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു ആശയം വന്നത് ചൈനയാണ്. ഇതെല്ലാം ചൈനയാണല്ലോ. ഇപ്പോൾ ചൈനയിൽ നിന്ന് ഈ സീലിംഗ്, നമ്മുടെ മനോഹരമായ ഭിത്തി മനോഹരമാക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അത് ഇവിടെ കൊണ്ടുവന്ന് അതിനകത്ത് കുറച്ചുകൂടെ സൈസും മറ്റതുമൊക്കെ മാറ്റി, കുറച്ചുകൂടെ വാല്യൂ എഡീഷൻ നടത്തി, കളറ് മാറ്റി, ഡിസൈൻ മാറ്റി റീ എക്സ്പോർട്ട് ചെയ്യാം. ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു തീർച്ചയായിട്ടും നമ്മളിത് ചെയ്യണം. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് വരെ നമ്മൾ അത് ആലോചിക്കാത്തൊരു വിഷയം. നമ്മളെല്ലാം ഇന്ന് ഔട്ടർ റിംഗ് റോഡിൻ്റെ പരിസരം, അല്ലെങ്കിൽ പുതിയ 50 ഏക്കർ 100 ഏക്കർ എടുത്ത് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ഈ ഒരു ആശയം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കാർഗോ പുറത്തു പോകാതെ കസ്റ്റംസ് ഏരിയക്കകത്ത് തന്നെ, കസ്റ്റംസ് ഗേറ്റ് കടക്കാതെ തന്നെ, കസ്റ്റംസ് ഏരിയക്കകത്ത് തന്നെ ഈ കണ്ടെയ്നർ ഡീസ്റ്റഫ് ചെയ്ത് വാല്യൂ എഡീഷൻ നടത്തി വീണ്ടും സ്റ്റഫ് ചെയ്ത് പാക്ക് ചെയ്ത് റീ എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തോട്ട് പോകുന്നില്ല, വാല്യൂ എഡീഷൻ മാത്രമാണ് ഇവിടെ നടക്കുന്നത്, മറ്റു രാജ്യങ്ങളിലോട്ട് പോവുകയാണ്. ഇങ്ങനെ 140 രാജ്യങ്ങളിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനം നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. ലെസ് ദാൻ എ കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ഒരു വലിയ കണ്ടെയ്നർ വരുന്നു, സാധനം വരുന്നു, ചൈനയിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ജപ്പാനിൽ നിന്ന് വരുന്നു, ഇവിടെ കൊണ്ടുവന്ന് ഇത് ചെറിയ ചെറിയ പാക്കറ്റ്സ് ആക്കി മറ്റ് രാജ്യങ്ങൾ, പല രാജ്യങ്ങളിലോട്ട്, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലോട്ട് ഓരോ കണ്ടെയ്നറാക്കി വിടാം. അവർക്ക് മറ്റു പല സാധനങ്ങളും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇത് കുറച്ച് സാധനം. അപ്പോൾ എല്ലാം കൂടി ഒരു കണ്ടെയ്നർ നൈജീരിയ, അല്ലെങ്കിൽ കെനിയ, അല്ലെങ്കിൽ സൊമാലിയ, അല്ലെങ്കിൽ മൊസാംബിക്. അപ്പോൾ ഇവിടെ വെച്ചാണ് പലതരം സാധനങ്ങൾ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റുന്നത്. അതിനെന്താണ് വേണ്ടത്? ഇന്നിപ്പോൾ 230 ഏക്കർ സ്ഥലമാണ് അദാനി ഗ്രൂപ്പിന് ഏറ്റെടുത്ത് കൊടുത്തത് ഗവൺമെൻറ്. അവർ ഫസ്റ്റ് ഫേസിൽ റിക്ലെയിം ചെയ്തത് 130 ഏക്കർ. അങ്ങനെ 360 ഏക്കറാണ് അവർ ഇന്ന് പ്രവർത്തിപ്പിക്കുന്നത്. ഇതേ കുറച്ച് ലാൻഡ് കൂടി അവർ റിക്ലെയിം ചെയ്ത് സെക്കൻഡ് ഫേസിൽ എടുക്കും. കേരള ഗവൺമെൻറ് ഇതിൻ്റെ തുടർച്ചയായിട്ട് അദാനിക്ക് കൊടുത്തതിനകത്ത് ഇനി പോയി ഗവൺമെൻറ്റിന് അതിൽ നിന്ന് വില പേശാനോ, അവർ ഭയങ്കര അപ്രീസിയേഷൻ വന്നിട്ടുണ്ടാവും. അദാനിയുടെ ലാൻഡിന് ഇപ്പോൾ ഭയങ്കര അപ്രീസിയേഷനായി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കസ്റ്റംസ് കണക്ട് ചെയ്യുന്ന തരത്തിൽ ഒരു 100 ഏക്കർ ലാൻഡെങ്കിലും ഇതിൻ്റെ തുടർച്ചയായിട്ട് എടുക്കണം. നമ്മുടെ പോർട്ടിൻ്റെ തുടർച്ചയായിട്ട് ഒരു 100 ഏക്കർ ലാൻഡെങ്കിലും എടുത്ത്, അവിടെയുള്ള പല ആളുകളും ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണ്. മറ്റു പല സ്ഥലത്തും കാണാത്ത സിംഗൂർ തുടങ്ങിയ സ്ഥലത്തെ വെടിവയ്പ്പൊന്നും ഇവിടെ വേണ്ടി വരില്ല.
ന്യായമായ വില അല്ലെങ്കിൽ ന്യായമായ പാക്കേജ് അവർക്ക് കൊടുത്താൽ അവർ ആ ഭൂമി തരും. ആ ഭൂമി എടുത്തുകൊണ്ട് നമുക്ക് ഒരു വെർട്ടിക്കൽ ഗ്രോത്ത്, ദുബായിൽ ഏകദേശം 5000 യൂണിറ്റ് ഇതുപോലെ വാല്യൂ അഡീഷൻ നടത്തുന്ന യൂണിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ജബൽ ഫ്രീ സോണിനകത്ത് അവർ പുറത്തു പോവില്ല, കസ്റ്റംസ് ക്ലിയറൻസ് ഒന്നും നടത്താതെ അതിനകത്ത് വെച്ച് തന്നെ ഇത് മുഴുവൻ ഡീസ്റ്റഫ് ചെയ്ത് വാല്യൂ അഡീഷൻ നടത്തി. ഇതിനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈന്തപ്പഴവും കാഷ്യൂവും. ഈന്തപ്പഴം ഒരു പാക്കറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അറിയാമല്ലോ വില എത്രയാണെന്ന്. കാഷ്യൂ ആയിട്ട് വാങ്ങുമ്പോഴും വില അറിയാം, ഇല്ലേ? ഈ ഈന്തപ്പഴത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിനെ രണ്ടായിട്ട് പൊളിച്ച് അതിനകത്ത് കാഷ്യൂ കാണുന്ന തരത്തിൽ വയ്ക്കുന്ന ഒരു പ്രക്രിയയാണ്, അതാണ് ഈ വാല്യൂ അഡീഷൻ. അങ്ങനെ വയ്ക്കുന്ന ഈന്തപ്പഴത്തിന് ഇതിൻ്റെ 2 വില കൂടുതലാണ്. അതാണ് വാല്യൂ അഡീഷൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വാല്യൂ അഡീഷൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈന്തപ്പഴം എവിടെ നിന്നാണ് വരുന്നത്? ഗൾഫ് നാട്, സൗദി അറേബ്യയെന്നോ ഇറാനെന്നോ ഇറാഖിനെന്നോ പാകിസ്ഥാനെന്നോ. ഏകദേശം 7% ഈന്തപ്പഴം പാകിസ്ഥാനാണെന്നാണ് പറയുന്നത്. കാഷ്യൂ എവിടെ നിന്നാണ് പോകുന്നത്? പ്രധാനമായും നമ്മുടെ ഇവിടെ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ വിയറ്റ്നാമിലെ കാഷ്യൂവും ഇറാനിലെ ഈന്തപ്പഴവും ദുബായിൽ വച്ച് മനോഹരമായ പാക്കിംഗ് കണ്ടിട്ടുണ്ടല്ലോ, വളരെ മനോഹരമായ ഗിഫ്റ്റ് കൊടുക്കാൻ വരെ പറ്റുന്ന തരത്തിലാണ് അതിൻ്റെ ഭംഗി. ഇതാണ് നമ്മുടെ ഇവിടെ ഈ പറയുന്ന 100 ഏക്കറിൽ 5000 യൂണിറ്റ് ദുബായിൽ പ്രവർത്തിക്കുന്നുണ്ട്. സിംഗപ്പൂരിൽ മൾട്ടി ലെവലിലെ ട്രക്ക് ഓടിച്ച് കയറ്റി പോകുന്ന കണ്ടിട്ടുണ്ട്. ഇനി ട്രക്ക് 20 ഫീറ്റും 40 ഫീറ്റും ലിഫ്റ്റിൽ പോകുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. അത് ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്താൽ നന്നായിരിക്കും. എന്തായാലും നമ്മുടെ ഈ ഒരു 100 ഏക്കർ സ്ഥലം ഇന്നത്തെ പോർട്ടിന്റെ തുടർച്ചയായിട്ട് 230 ഏക്കറിന് പുറമെ ഒരു 100 ഏക്കർ കൂടി ഗവൺമെന്റ് അക്വയർ ചെയ്താൽ, ജനങ്ങളുടെ സഹകരണത്തോടെ അക്വയർ ചെയ്തിട്ട് അവിടെ ഈ വെർട്ടിക്കൽ ഗ്രോത്ത് ആ ലൈനിൽ ഇത്തരം സെന്ററുകൾ സ്ഥാപിച്ചാൽ ലക്ഷക്കണക്കിന് തൊഴിലവസരം സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു തലവേദനയുമില്ല, ഒരു പിരിവുകാരുടെ ശല്യവുമില്ല, ഒരു പഞ്ചായത്തിൻ്റെ റെയ്ഡില്ല, ഒരു ടാക്സുകാരുടെ അന്വേഷണമില്ല, ഒന്നുമില്ലാത്ത ഒരു ഫ്രീ സോണായിട്ട് അത് ഡിക്ലെയർ ചെയ്താൽ ലോകം മുഴുവനുമുള്ളവർ, അവർ കാർഗോ മാത്രമല്ല അവരും കൂടെ ഇവിടെ വന്നിരുന്ന് അവരുടെ ടെക്നോളജിയുമായി വന്നിരുന്നു കൊണ്ട് നമ്മുടെ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അവർ തന്നെ ലോകം മുഴുവൻ മാർക്കറ്റ് ചെയ്യുകയും ചെയ്തോളും. അതിന് വേണ്ട എന്താണ്? അവർക്ക് പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയും. വന്ന ഉടനെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഹ്യൂജ് കെമിക്കൽ ഫാക്ടറി ഒന്നുമല്ല. ഈ പ്ലഗ് ആൻഡ് പ്ലേയിൽ ചെറിയ മെഷീൻ, പാക്കിങ്, സീലിംഗ് തുടങ്ങിയ കലാപരിപാടികളൊക്കെ ചേർക്കുന്ന തരത്തിൽ ഒരു സാഹചര്യം രൂപപ്പെടുത്തി കൊടുത്താൽ ലക്ഷക്കണക്കിന് തൊഴിലവസരം നമുക്കിവിടെ. ഒരു മെട്രോ കണക്ഷൻ കൊടുത്താൽ മതി. തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന മെട്രോ ഈ ഇൻഡസ്ട്രിയൽ പാർക്ക്. അപ്പോൾ നമുക്ക് ടിപ്പ് ടോപ്പ്. എന്താണ് ടിപ്പ്? ട്രിവാൻഡ്രം ഇൻവെസ്റ്റ്മെന്റ് പാർക്ക്. ടോപ്പ് എന്താണ്? ട്രിവാൻഡ്രം ഓഫ് ഷോർ പ്രൊജക്ട്. നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ നമുക്ക് ടിപ്പ് ടോപ്പ് എന്ന് പറയുന്ന തരത്തിൽ കരയിലും കടലിലുമായിട്ട് ഒന്നാന്തരം ആഗോള നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും. അതായിരിക്കണം ഗവൺമെന്റിന്റെ ശ്രദ്ധ. ഇനിയുള്ള ദിവസങ്ങളിൽ ഗവൺമെന്റ് പല കാര്യങ്ങളും പറയുന്നുണ്ട്. റെയിൽവേ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി, ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, അവിടെ ലാൻഡ് എടുക്കുന്നു, അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിന്റെ കയ്യിലിരിക്കുന്ന ലാൻഡ് എടുത്ത് അങ്ങനെ ചെയ്യണം. ZFS ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇതെല്ലാം ലാൻഡ് സൈഡിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിൽ ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് യാതൊരു തലവേദനയും ഇല്ലാതെ അവർക്ക് ഒന്നാന്തരം ഒരു സൗകര്യം ഒരുക്കി കൊടുത്താൽ കാസർഗോഡ് ഇരിക്കുന്നവർ മുതൽ തിരുവനന്തപുരം വരെയുള്ളവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന ഇപ്പൊ ടെക്നോ പാർക്ക് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 30 വർഷം കൊണ്ട് 80,000 പേർക്കാണ് ജോലി കൊടുത്തിരിക്കുന്നത്. പരമാവധി 80,000 പേരാണെന്നാണ് എൻ്റെ ഒരു കണക്ക്. ഇവിടെ 1 ലക്ഷമോ 2 ലക്ഷമോ പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. ഈ പാക്കിങ്ങിനും ബില്ലിങ്ങിനും അതുപോലുള്ള ആക്ടിവിറ്റി നടത്തുന്നതിനും നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കാര്യമായ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും ഒക്കെ തൊഴിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന മനോഹരമായ ഈ പ്രോജക്റ്റിന് ഗവൺമെന്റ് അടിയന്തിരമായി ഈ 100 ഏക്കർ ഭൂമി 230 പുറമെ കേരള ഗവൺമെന്റിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ പുതിയ ഇൻഡസ്ട്രിയൽ പാർക്കിന്റെ നിയമങ്ങൾക്ക് വിധേയമായി കസ്റ്റംസ് ബോണ്ടഡ് ഏരിയ ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ 140 രാജ്യങ്ങളിലോട്ട് കപ്പലുകൾ പോകുമ്പോൾ കണ്ടെയ്നറുകൾ കയറ്റിവിടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിന് ഗവൺമെന്റ് അടിയന്തിരമായി
പ്രാധാന്യം നൽകി കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നാണ് സേലിംഗപുരിയുടെ അഭ്യർത്ഥന.